സ്നേഹം നമ്മെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കും. എവിടെയൊക്കെ സ്നേഹമുണ്ടോ അവിടെയൊക്കെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ വളരാൻ സഹായിക്കും. നോക്കിയാൽ ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാകുമ്പോൾ ആ സുഹൃത്തിനോട് തോന്നുന്ന സ്നേഹത്തിൻ്റെ ആഴവും വ്യാപ്തിയുമാണ് വിശ്വാസത്തിൻ്റെ തലത്തിൽ നമുക്കുണ്ടാവുക. കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ തന്നെ അസീറിയൻ ഓർത്തഡോക്സ് സഭയിലെ ബിഷപ്പായിരുന്ന ബിഷപ്പ് മാരി ഇമ്മാനുവേൽ, നമ്മളൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ ആ പിതാവിൻ്റെ വചന സന്ദേശവും പ്രസംഗങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ഓൺലൈനിൽ ഇതുപോലെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മതതീവ്രവാദി അദ്ദേഹത്തെ ആക്രമിച്ചത്. മുഖത്തും ശരീരത്തിലൊക്കെ മാരകമായി മുറിവേറ്റിരുന്നെങ്കിലും അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ പിതാവ് മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് വലിയ മുറിവുകളൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ ദൈവം പ്രത്യേകമായിട്ട് പരിപാലിച്ച് അത്ഭുതകരമായിട്ട് ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് നടത്തിയ സംഭവം. പിതാവ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസംഗത്തിൽ ഒരു കണ്ണ് അതിൻ്റെ മുറിവുകളൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ മൂടി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രസംഗിക്കാനായിട്ട് കടന്നു വരുന്നത്. തന്നെ ആക്രമിച്ച ആ തീവ്രവാദിയോട്, തന്നെ വേദനിപ്പിച്ച ആ തീവ്രവാദിയോട് നിരുപാധികം ക്ഷമിക്കുന്ന ഒരു പിതാവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ലോക മനസാക്ഷിയോട് ക്ഷമയുടെ, കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു വലിയ സുവിശേഷം ആ പിതാവിന് നൽകാൻ സാധിക്കുന്നു. സുവിശേഷത്തിലെ ഈശോയുടെ അതേ മനോഭാവം നമുക്കും സ്വീകരിക്കാമെന്നാണ് പിതാവ് ഉത്ബോധിപ്പിക്കുന്നത്. നോക്കിയാൽ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ആ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് വളരാനായിട്ട് മാരി ഇമ്മാനുവേൽ പിതാവിന് സാധിക്കുന്നു. നമ്മുടെ വിശ്വാസവും സ്നേഹവും എത്രത്തോളം വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നോക്കിയാൽ സുവിശേഷത്തിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത് ശതാധിപൻ്റെ വൃത്യനെ സുഖപ്പെടുത്താനായിട്ട് ശതാധിപൻ ഈശോയോട് ആവശ്യപ്പെടുന്ന ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് കടന്നു വരുന്ന ഈശോ പറയുന്നുണ്ട്, ഇസ്രായേലിൽ പോലും ഇത്രയും വലിയൊരു വിശ്വാസം കാണുന്നില്ല എന്ന്. നോക്കിയാൽ ഈ സ്നേഹത്തിൽ എപ്പോഴും കൂട്ടി നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് വിശ്വാസം. സ്നേഹം എത്രത്തോളം ആഴത്തിലാണോ അത്രത്തോളം വിശ്വാസത്തിൽ നമുക്ക് വളരാൻ സാധിക്കും. അത് കുടുംബജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഈശോയോടുള്ള ബന്ധത്തിലാണെങ്കിലും ഈ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വിശ്വാസത്തിൽ വളരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് കുറേയും കൂടിയും സ്നേഹത്തിൽ വളരാനായിട്ട് പരിശ്രമിക്കാം. അവിടെയാണ് വിശ്വാസത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം ഉണ്ടാവുക. ഈശോയോടുള്ള വിശ്വാസം, എൻ്റെ ചുറ്റുപാടുകളിലുള്ള വ്യക്തികളോടുള്ള വിശ്വാസം, അതിലൊക്കെ വളരണമെങ്കിൽ സ്നേഹമെന്ന അടിസ്ഥാനപരമായിട്ടുള്ള ആ മനോഭാവത്തിൽ കുറേയും കൂടി വളരാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.